ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഫുൾ ഫോംസ് പഠിക്കാം. ഓക്കെ, അതായത് +2 കമ്പ്യൂട്ടർ എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണാറുള്ള കുറച്ച് ഫുൾ ഫോംസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും കേട്ടോ, പുതിയ ഫുൾ ഫോംസ് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2026 മോഡൽ എക്സാമിന് ചോദിച്ചത് മുതൽ 2020 വരെ ചോദിച്ചിരിക്കുന്ന മെയിൻ എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ഫുൾ ഫോംസ് നമ്മൾ നോക്കണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് നോക്കാം. URL. എന്താണ് URLൻ്റെ ഫുൾ ഫോം? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, പഠിക്കാം. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഫുൾ ഫോം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് വേർഡ് ക്യാപിറ്റൽ കൊടുക്കണം. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇത് 2026 ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. ഓക്കെ, അതായത് ഈ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 25 ചോദിച്ചിരിക്കുന്നത് നോക്കാം. MIS. MIS നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അതാണ് MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. MIS എത്ര ലക്ഷം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? MIS 2025 ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ 2023 ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ 2020 ചോദിച്ചിട്ടുണ്ട്. സോ 3 തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. അടുത്ത് നോക്കാം, DSS. ഇത് നിങ്ങൾ അധികം കേട്ടിട്ടില്ല. DSS 2025 ചോദിച്ചാണ് കേട്ടോ. DSS അധികം കേൾക്കാത്തതാണ്, പക്ഷെ നമുക്കത് എന്തായാലും വേണം. ഓക്കെ, എന്താണ് DSSൻ്റെ ഫുൾ ഫോം? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 25 ചോദിച്ചാണ് ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ, സോ DSSൻ്റെ ഫുൾ ഫോം പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഇത് ആക്ച്വലി ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. DSS ഷോർട്ട് നോട്ടിൽ ഫുൾ ഫോം എന്നാണ്. സോ ഇതിൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്നാണ് DSSൻ്റെ ഫുൾ ഫോം. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അധികം ഫെമിലിയർ അല്ലാന്ന് എനിക്കറിയാം. സോ ഇത് പക്ഷെ നിങ്ങൾ പഠിക്കണം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, സോ ഇത് ചോദിച്ചത് ഞാൻ പറഞ്ഞല്ലോ 2025 ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചതാണ്, പക്ഷേ ഫുൾ ഫോം ആയിട്ട് അറിഞ്ഞിരിക്കണമല്ലോ. 25 കേട്ടോ. അടുത്ത് നോക്കാം, 24 ചോദിച്ചത് നോക്കാം നമുക്ക്. 24 ചോദിച്ചത് ERP, വെരി ഇമ്പോർട്ടൻറ്റ്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. റിസോഴ്സ് പ്ലാനിങ്, ERP 24 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നന്നായി പഠിക്കാം. അതേപോലെ തന്നെ DNS 24 ചോദിച്ചാണ്. DNSഉം ഇതേപോലെ തന്നെ 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. 24, 23, 21. ഓക്കെ, 3 തവണ 24, 23, 21. ആൻസർ എന്താണ്? ഡൊമെയിൻ നെയിം സിസ്റ്റം. ഓക്കെ, പഠിക്കാം. വെരി ഇമ്പോർട്ടൻറ്റിൽ വരുന്നതാണ് കേട്ടോ DNS. അടുത്തത് എന്താണ്? 23 ചോദിച്ചാൽ വേറൊന്നും പറയാം. MIS. ഓക്കെ, ഓൾറെഡി പറഞ്ഞാണ്, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അടുത്ത് നോക്കാം, 21 ചോദിച്ചിരിക്കുന്നത് നോക്കാം. DNS 21 ചോദിച്ചെന്ന് പറഞ്ഞു. ഇനി SIM, നമ്മുടെ സിം 21 ആണ് കേട്ടോ. സിം എന്താണ്? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. ഓക്കെ, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ടത് SCM 2020 ചോദിച്ചതാണ്. SCM എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഓക്കെ,
ഫെമിലിയർ ആണോ? സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ് SCM. ഓക്കെ, സോ ഇത് എന്തായാലും എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം. ഓക്കെ, ഇതേപോലത്തെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ട്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇതെല്ലാനും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.